ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മനുഷ്യ മനസ്സിനെ പവിത്രീകരിക്കാനുള്ള യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും കഴിവ് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ചിരപുരാതനമായ ഭാരതത്തിൻ്റെ വൈദിക താന്ത്രിക സംസ്കൃതിയിൽ നിലനിൽക്കുന്ന യജ്ഞങ്ങളും യാഗങ്ങളും സത്സംഗങ്ങളും ഇന്ന് വളരെ കൂടിക്കൂടി വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കൃതി പാരമ്പര്യം അതിൻ്റെ ഉജ്ജ്വലതയിൽ ഇവിടെ നിലനിൽക്കുന്നു, അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്കും സാധിക്കുന്നു എന്നത്. ഇപ്പോഴതാ ആധ്യാത്മിക ജില്ലയായ പാലക്കാട് ഒരു വലിയ മഹായാഗം നടക്കാൻ പോവുകയാണ്. പാലക്കാടിൻ്റെ പെരുമയും എന്നാൽ ഏറ്റവും പഴക്കമുള്ള പെരുവമ്പ് ശ്രീ തളി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ 2026 ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ ആഗ്നേയം 2026 എന്ന പേരിൽ ഒരു യാഗം നടക്കാൻ പോവുകയാണ്. ശൈവ വൈഷ്ണവ ശാക്തീയ സമ്പ്രദായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആദ്യത്തെ ഒരു യാഗം കൂടിയായിരിക്കും ഇത്. താന്ത്രിക മാന്ത്രിക വൈദിക വിധിപ്രകാരമുള്ള നിരവധി ആചാര്യന്മാർ ഒന്നിച്ചു ചേർന്ന് ഒരു നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നാട്ടിലുള്ളവരുടെ എല്ലാം മനസ്സിൻ്റെ ഐക്യത്തിനും ഉന്നതിക്കും വേണ്ടി നടത്തുന്ന മഹായാഗം. കൂടാതെ പല മഹത് വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ അവിടെ സത്സംഗം നടക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവണം. കാരണം തീർത്ഥി കുറുവന്തി തീർത്ഥാനി, തീർത്ഥസ്ഥലങ്ങളിൽ പുണ്യസ്ഥലങ്ങളിൽ നാം എത്തിച്ചേരുമ്പോൾ അത് നമ്മളെയും സ്വാധീനിക്കുന്നു, നമ്മളെയും പവിത്രീകരിക്കുന്നു. സൂര്യൻ ഉദിച്ചാൽ അന്ധകാരം മാറി വെളിച്ചം നിറയും. ഒരു വീടിൻ്റെ വാതിലും ജനവാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് വെളിച്ചം നിറഞ്ഞ് അകത്തുള്ള ഇരുട്ട് മാറും. ഇത് നമുക്ക് അനുഭവമുള്ളതാണ്. അതുപോലെയാണ് നമ്മൾ മഹത്തായ യജ്ഞങ്ങൾ നടക്കുന്ന പുണ്യപവിത്ര സങ്കേതങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറേ ദുർബലതകൾ, വിഷമങ്ങൾ, പോരായ്മകൾ, കുറവുകൾ നാം അറിയാതെ തന്നെ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ദൈവീക ശക്തിയും മുന്നോട്ട് ജീവിതത്തെ നയിക്കാനുള്ള മാർഗവും നമ്മുടെ ഉള്ളിൽ തെളിയുന്നു. ആഗ്നേയം എന്ന പേര് തന്നെ അഗ്നി എന്ന് പറയുന്ന അഗ്നിമീളേ പുരോഹിത, അഗ്നിപ്രകാശമാണ്, ചൂടാണ്. അത് നമുക്ക് വെളിച്ചം കാണിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ കരുത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയ ഈ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തരുത്. ആധ്യാത്മിക ജില്ലയായ പാലക്കാട് പെരുമ നിറഞ്ഞ പെരുവമ്പിൽ ശ്രീ മഹാദേവ സന്നിധിയിൽ നടക്കുന്ന ആഗ്നേയം 2026 എല്ലാവിധ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇത്തരം മഹത്തായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു സമൂഹത്തിന് വെളിച്ചം പകരാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിന് മുമ്പിൽ നമിക്കുന്നു. എത്തിച്ചേരുന്ന നിരവധി ആചാര്യന്മാർ, അവരുടെ എല്ലാവരുടെയും പ്രചോദനം നിറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കും, ഒരു സംശയം വേണ്ട. അതുപോലെ അവിടെ നടക്കുന്ന ആ മഹായാഗത്തിൽ അഗ്നി, ഹോമകുണ്ടങ്ങളിൽ അഗ്നി ഉയരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയാണ്, ഉന്നതിയാണ്, മുന്നോട്ടുള്ള തേജസ്സോടുകൂടിയുള്ള പ്രയാണമാണ്. ദിയോ യോന്ന പ്രചോദയാത് എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും ജീവിതം ധന്യധന്യമാക്കുന്ന മഹായാഗം ആഗ്നേയം 2026 നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകട്ടെ. നമ്മുടെ ഋഷിവര്യന്മാരുടെ മുഴുവൻ അനുഗ്രഹം എന്നും നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആഗ്നേയം 2026 ശ്രീ തളി മഹാദേവ ക്ഷേത്രം പെരുവമ്പ് നടക്കുന്ന എല്ലാ മഹത്തായ കാര്യങ്ങൾക്കും എൻ്റെയും കൂടെ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് സംഘാടകർക്കൊരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ്. എല്ലാ ഭക്തന്മാർക്കും ആ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ആ യാഗത്തിൻ്റെ ശക്തി മുഴുവൻ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ. അതിന് മഹാദേവനും ഭഗവാൻ വിഷ്ണുവും ശക്തിസ്വരൂപിണിയ അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഹരി ഓം. പ്രണാമം.